നമസ്കാരം. ഫിസിക്കോസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CBSE 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ഫോഴ്സ് ആൻഡ് പ്രഷർ. അതിലെ 2 ടോപ്പിക്സ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ടോപ്പിക് ഇസ് വാട്ട് ഈസ് ഫോഴ്സ് or define force. So we can say that a force is a push or a pull. നമുക്ക് കുറച്ച് ആക്ഷൻസ് കൺസിഡർ ചെയ്യാം. അതായത് പുഷിങ്, പുള്ളിങ്, ലിഫ്റ്റിംഗ്, കിക്കിംഗ്, ഹിറ്റിംഗ്, ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഈ ആക്ഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ആവശ്യമുള്ളത്? ഫോഴ്സ് ആണ് ആവശ്യമുള്ളത്. ഓക്കെ, സോ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ആ ഒബ്ജക്റ്റിന് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ പുഷ് ഓർ എ പുൾ. സോ ഫോഴ്സ് ഈസ് എ പുഷ് ഓർ എ പുൾ. ഓക്കെ, so what is force? A push or a pull on an object resulting in its motion is called a force. Okay, a push or a pull on an object resulting in its motion is called a force. Okay, അടുത്തതായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു ഹെവി ബോക്സ് നിങ്ങൾ ഒറ്റയ്ക്ക് അതിനെ പുഷ് ചെയ്യാണ്, അത് മൂവ് ചെയ്യുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കും, സഹായത്തിനായിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കും. അപ്പോൾ ഫ്രണ്ട് കൂടെ വന്നിട്ട് ഒരുമിച്ച് ആ ബോക്സിനെ പുഷ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ആ ബോക്സ് ചിലപ്പോൾ മൂവ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ 2-3 പേര് കൂടി അതിനെ പുഷ് ചെയ്യുവാണെങ്കിൽ ആ ബോക്സ് മൂവ് ചെയ്യും. ഇനി ആ വന്ന ആള്, നിങ്ങൾ വിളിച്ച ആള് ഈ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ് ആ ആക്ഷൻ ചെയ്യുന്നതെങ്കിൽ ആ ബോക്സിന് മൂവ്മെൻറ്റ് ഉണ്ടാവുമോ? ഇല്ല. സോ സെയിം ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ആ ആക്ഷൻ ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ആ ബോക്സിന് മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ബോക്സ്, ഇത് നിങ്ങളാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ ഫ്രണ്ടും കൂടെ വന്നത് പുഷ് ചെയ്തപ്പോൾ ആ ബോക്സിന് മൂവ്മെൻ്റ് ഉണ്ടായി ഈ ഡയറക്ഷനിലോട്ട്. ഇനി വേറൊരു സിറ്റുവേഷൻ, സെയിം ബോക്സ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചു. ഫ്രണ്ട് വന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ് അത് തള്ളിയത്. അപ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ഈ ബോക്സിന് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നില്ല. സോ അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് അത് എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, സോ ഇതിനെ നമുക്ക് 2 ടൈപ്പായിട്ട് പറയാം. ഈ മൂവ്മെൻറ്റ് വരുന്നില്ല, അതായത് ഈ ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് വരുന്നില്ല എങ്കിൽ ആ ഫോഴ്സാണ് ബാലൻസ്ഡ് ഫോഴ്സ്. മൂവ്മെൻറ്റ് വരുന്നില്ലെങ്കിൽ ആ ഫോഴ്സാണ് ബാലൻസ്ഡ് ഫോഴ്സ്. സോ ഇതിന് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് എന്ത് ഫോഴ്സാണ്? അൺബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, മൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല എങ്കിൽ അത് ബാലൻസ്ഡ് ഫോഴ്സ്, മൂവ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അൺബാലൻസ്ഡ് ഫോഴ്സ്. ക്ലിയർ? ഇനി നമുക്ക് ഇതൊരു വേറൊരു സിറ്റുവേഷനിൽ നോക്കാം. അതായത് ഒരു ഹെവി ബോക്സ്, ഇത് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 2 ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് ഈ ഒബ്ജക്റ്റിന് മൂവ്മെൻറ്റ് വരുന്നില്ല. നിങ്ങളിനി നിങ്ങളുടെ ഫ്രണ്ടിനെ വിളിച്ചു. എഗെയിൻ അയാളും കൂടെ വന്നിട്ട് 2 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ടോട്ടൽ അവിടെ ഫോഴ്സ് എത്രയായി? 4 ന്യൂട്ടൺ ആയി. അപ്പോൾ ആ ബോക്സ് മൂവ് ചെയ്തു. അപ്പോൾ അവിടുത്തെ എഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അവിടെ 4 ന്യൂട്ടൺ ആണ്. സോ ദിസ് ഫോഴ്സ് ഈസ് unbalanced force. Okay, this force is unbalanced force. Again, I am considering the same box, 2 Newton force by your side and another 2 Newton force by your friend. Then what will be the net force here? So the net force is 0. എന്താ കാരണം? ആ ഫോഴ്സ് രണ്ടും ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ്. 2 ഫോഴ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്നാണ്. സോ അത് ക്യാൻസലായി. അവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയി. അത് എന്ത് ഫോഴ്സ് ആണ്? ബാലൻസ്ഡ് ഫോഴ്സ്. ഓക്കെ, സോ ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് ഫോഴ്സ് ക്ലിയർ ആയോ? ആണ്
വാട്ട് ഹാപ്പൻസ് വെൻ എ ഫോഴ്സ് അപ്ലൈഡ് ടു എൻ ഒബ്ജക്റ്റ്. നമ്മളൊരു ഒബ്ജക്റ്റിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഒരു ബോക്സിൻ്റെ എക്സാമ്പിൾ എടുക്കാം. ബോക്സ് അത് സ്റ്റേഷനറി പൊസിഷനിലായിരുന്നു അല്ലേ. അതിനെ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ അത് എന്ത് സംഭവിച്ചു? അതിന് മൂവ്മെന്റ് ഉണ്ടായി ഇല്ലേ. സോ അതിനെ ഒരു സ്റ്റേഷനറി പൊസിഷനിലുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ബൈ അപ്ലൈങ് ഫോഴ്സ്. അതുപോലെ ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഒരു ബോൾ ഉരുണ്ട് വരികയാണ്, ഞാൻ അതിനെ നിർത്തി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റേഷനറി പൊസിഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമുക്ക് ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ബോൾ തന്നെ കൺസിഡർ ചെയ്യാം നമുക്ക്. അത് ഉരുണ്ട് വരികയാണ്, നമുക്കതിനെ ജസ്റ്റ് നമ്മളുടെ കാല് വെച്ച് കിക്ക് ചെയ്ത് അതിൻ്റെ ഡയറക്ഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇല്ലേ. ഓക്കെ, ഇനി അതുപോലെ ഒരു സൈക്കിള് ഞാൻ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്, പെഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് കുറച്ചുകൂടെ സ്പീഡിൽ പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ശക്തിയായിട്ട് അത് ചവിട്ടണം. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സൈക്കിളിൻ്റെ സ്പീഡ് മാറ്റാൻ പറ്റും. അപ്പോൾ സ്പീഡ് കൂട്ടാനായിട്ട് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാം. നമുക്ക് വീട്ടിൽ അമ്മമാർ ചപ്പാത്തിക്ക് മാവ് റെഡിയാക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. ആ മാവ് റെഡിയാക്കണമെങ്കിൽ അമ്മമാരെ എന്ത് ചെയ്യും? അത്രയും ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് അതിനെ ആ ഒരു ചപ്പാത്തി മാവിനെ കുഴച്ചെടുക്കുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ ഉരുളകൾ ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കതിനെ ആ ഷേപ്പ് മാറ്റാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എത്ര കാര്യങ്ങളാണ് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക? നോക്കൂ. By applying force can stop a moving object. It can move a stationary object. It can change the direction of object. It can change the speed of object. It can change the shape of object. ഇത്തരം ചേഞ്ചസ് ആണ് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിൽ വരുത്താൻ പറ്റുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ഒന്നുകൂടെ പറയാം. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ സ്റ്റോപ്പ് എ മൂവിങ് ഒബ്ജക്റ്റ്, ഇറ്റ് ക്യാൻ മൂവ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഒബ്ജക്റ്റ്, ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ്, ഇറ്റ് ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ഒബ്ജക്റ്റ്. ഇത്രയും പോർഷൻസ് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫിസിക്കോസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്